എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള ഹൈക്കോടതിയിലേക്ക് ജോബ് വേക്കൻസി ഉണ്ട്. തസ്തികയുടെ പേര് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ആണ്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗവൺമെൻറ് ഓഫ് കേരളയുടെ കീഴിൽ ഹൈക്കോർട്ട് ഓഫ് കേരളയിലേക്കാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത്. ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. തസ്തികയുടെ പേര് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ആണ്. ശമ്പളം ലഭിക്കുന്നത് 27,900 മുതൽ 63,700 വരെയാണ്. ഇതിലേക്ക് അപേക്ഷിക്കേണ്ട സൈറ്റ് hck.recruitment.keralacourts.in ആണ്. ഈ സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. വേക്കൻസി നോക്കാം. വേക്കൻസി വരുന്നത് ആകെ 12 വേക്കൻസിയാണ്. ഇതിൽ ഒരു വേക്കൻസി മുസ്ലിംസിന് മാത്രമുള്ളതാണ്. ബാക്കി 11 വേക്കൻസിയിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. നേരിട്ടുള്ള നിയമനമാണ്. അപ്പോൾ ആകെ 12 വേക്കൻസിയാണുള്ളത്. ഇനി അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി നോക്കാം. അപേക്ഷിക്കുന്ന ക്യാൻഡിഡേറ്റ്സ് 2/1/1988 1/1/2006 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. ഇനി SC/ST കാറ്റഗറി ആണെങ്കിൽ 2/1/1983 1/1/2006 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. OBC ആണെങ്കിൽ 2/1/1985 1/1/2006 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. ഇതാണ് പ്രായപരിധി ഏജ് ലിമിറ്റ് വരുന്നത്. ഇനി അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. +2 ഉണ്ടായിരിക്കണം. കൂടാതെ KGTE ഹയർ ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഉണ്ടായിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. +2 കൂടാതെ KGTE ഹയർ ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ആണ് വേണ്ടത്. സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഒബ്ജക്റ്റീവ് ടെസ്റ്റും ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ടായിരിക്കും. ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ വരുന്നത് കമ്പ്യൂട്ടർ പ്രൊഫഷ്യൻസി, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ് ആണ്. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് പാസ്സാവുന്നവർക്ക് മാത്രമേ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ടൈപ്പിംഗ് ടെസ്റ്റിൽ വരുന്നത് ടൈപ്പിംഗ് സ്പീഡ് ടെസ്റ്റും കമ്പ്യൂട്ടർ പ്രൊഫഷ്യൻസി ടെസ്റ്റും ആയിരിക്കും. സിലബസ് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. SC/ST കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. റിട്ടേൺ ടെസ്റ്റും ടൈപ്പിംഗ് ടെസ്റ്റും വരുന്നത് എറണാകുളത്ത് വെച്ചായിരിക്കും. നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഒക്കെ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഏജ്, ക്വാളിഫിക്കേഷൻ, കമ്മ്യൂണിറ്റി, നോൺ ക്രിമിലിയർ, എക്കണോമിക്കലി വീക്കർ ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ ഹാജരാക്കേണ്ടതാണ്. എല്ലാത്തിൻ്റെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത്. അതുപോലെ തന്നെ കാസ്റ്റ് ഓർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്സ് കൊണ്ടുപോകേണ്ടതാണ്. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അതിനുള്ള സൈറ്റ് എന്ന് പറയുന്നത് hck.recruitment.keralacourts.in ആണ്. ഈ സൈറ്റിൽ കയറുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ ലിങ്ക് കിട്ടുന്നതായിരിക്കും. അവിടെ നിങ്ങൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. എന്നിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ കൂടെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ, ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് എന്നിവയുടെയൊക്കെ തന്നെ സ്കാൻ ചെയ്തിട്ടുള്ള കോപ്പീസ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് നിങ്ങൾക്ക് മൈ പ്രൊഫൈൽ എടുത്ത് അവിടെ നിന്നും അപ്ലൈ നൗ കൊടുത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള കോൾ ലെറ്റർ അല്ലെങ്കിൽ അഡ്മിഷൻ ടിക്കറ്റ് ഒക്കെ തന്നെ സൈറ്റിൽ വരുന്നതായിരിക്കും. സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രൊഫൈൽ എടുക്കുക. അതായത് hck.recruitment.keralacourts.in എന്ന സൈറ്റിൽ കയറിയിട്ട് അവിടെ നിങ്ങൾ പ്രൊഫൈൽ എടുത്തിട്ട് നിങ്ങൾക്ക് പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എക്സാമിന് 3 ആഴ്ച മുന്നേ ആയിരിക്കും കോൾ ലെറ്റർ വരുന്നത്. അതിൻ്റെ മെസ്സേജ് നിങ്ങളുടെ ഫോണിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഫൈലിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും കാരണം കൊണ്ട് അഡ്മിഷൻ ടിക്കറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എക്സാമിന് പോകുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കോൾ ലെറ്റർ കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ജനുവരി 6 ആണ്. അതിനു മുമ്പായിട്ട് തന്നെ അപേക്ഷിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമിൻ്റെ സ്കീം കൊടുത്തിട്ടുണ്ട്. ഈ ബേസിലായിരിക്കും എക്സാംസ് ഒക്കെ വരുന്നത്. അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള ഹൈക്കോടതിയിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റായിട്ടൊക്കെ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 6 ആണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.